നമസ്കാരം. കൂൾ സൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കൊല്ലം ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കാണ്. അതിൽ ആദ്യത്തേത് കണ്ടൽക്കാടുകളാൽ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു ഐലൻഡായ മൺട്രോത്തുരുത്ത് ആണ്. അടുത്തതായി പിന്നീട് നമ്മൾ പോകുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് സ്ഥലമായ സാമ്പ്രാണിക്കുടി, അതായത് കായലിലൂടെ നമുക്ക് നടന്നു പോകാവുന്ന സാമ്പ്രാണിക്കുടി എന്ന സ്ഥലം. നമ്മൾ നെറ്റിലൂടെ കണ്ടെത്തിയാണ് മൺട്രോ ഡ്രൈവ് ഇൻ ഐലൻഡ് എന്ന ഈ റിസോർട്ട്. ഇതിൻ്റെ പ്രത്യേകത കായലിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ. ഇതിലേക്കുള്ള വഴിയാണ് കാണുന്നത്. മൺട്രോ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്ന വഴി തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത്. നമ്മൾ ആ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൈവരികളില്ലാത്ത രണ്ട് വശവും കായലാലുള്ള ഒരു വഴി റോഡാണിത്. ഒരു കാറിന് പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ. എല്ലാ ടൈപ്പ് കാറുകളും പോകും എന്ന് തോന്നുന്നു. വരുമ്പോൾ കുട്ടവഞ്ചിയും മറ്റും ഇവിടെ കിടക്കുന്നത് കാണാം. അതുകൊണ്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റികളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാറിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മൾ അതിൻ്റെ ഓരത്തുകൂടി തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോഴേക്കും നമ്മൾ ആ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി മാറി. കാരണം ഇവിടെ റോഡെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ റോഡിലൂടെയാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം വീതിയും കുറവാണ്. പകുതി ഭാഗത്തോളം ഇടിഞ്ഞു കിടക്കുകയാണ്. എന്നാലും നമ്മൾ ഇതിലൂടെ പോയ ഒരു ഡ്രൈവ് ആണ് ഈ കാണുന്നത്. പപ്പു പണ്ട് പറഞ്ഞതുപോലെ "പടച്ചോനെ ഇങ്ങള് കാത്തോളി" എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കാരണം ഇത് ഇടിഞ്ഞു കിടക്കുന്നത് ചിലപ്പോൾ കായലിലേക്ക് പോകുമോ എന്നൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ റോഡ് വീണ്ടും മോശമാണ്. പലയിടത്തും വീതി വളരെ കുറവാണ്. ഏകദേശം 1/2 കിലോമീറ്ററേ ഉള്ളൂ ഡ്രൈവ് എങ്കിലും നമുക്ക് വളരെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രൈവായിട്ട് തോന്നി. ഞങ്ങളുടെ ഈ യാത്രയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യവും ഇത് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിലയിടത്തൊക്കെ വെള്ളം കയറി കിടപ്പുണ്ട്. ഈ മൺട്രോ ഡ്രൈവ് ഇൻ ഐലൻഡിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരു ഒരു പ്ലാവിൻ്റെയും ചക്കയും ഒക്കെ ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഇത്രയെല്ലാം ദുർഘടമായി നമ്മൾ അകത്ത് വരുമ്പോൾ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത. നമുക്ക് എത്ര കാറ് വേണമെങ്കിലും ഇവിടെ ഇടാൻ പറ്റും. കുറച്ചുകൂടെ പേടിയുള്ളവർ എനിക്ക് തോന്നുന്നു മെയിൻ റോഡിൽ വണ്ടി ഇട്ടിട്ട് നടന്നു വരുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഇവരുടെ കിച്ചൺ ഏരിയ. ഈ വള്ളിപ്പടർപ്പിനുള്ളിലാണ് കിച്ചണും മറ്റു കാര്യങ്ങളും നമുക്ക് ഡൈനിങ് ഏരിയ ഉള്ളത്. ഈ കാണുന്നത് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ബിൽഡിങ്ങിൻ്റേത്. അതായത് കായലിനുള്ളിൽ നിന്ന് തന്നെ മുകളിലേക്ക് പില്ലറുകൾ ചെയ്ത് അതിൻ്റെ മേലെയാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 റൂമുകളേ ഉള്ളൂ ഇവിടെ. റൂംസ് വളരെ കാഴ്ചയിൽ പുറത്തുനിന്ന് കാണാൻ വളരെ അട്രാക്റ്റീവായി ചെയ്തിട്ടുണ്ട്. താഴെ ഈ പറയുന്നത് പോലെ ഒരു കുളമെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് ഡയറക്റ്റായി കായലിലേക്ക് വ്യൂ ഉണ്ട് ഇവിടെ എല്ലാ റൂമുകൾക്കും. റൂമിനുള്ളിൽ വലിയ പോഷ് സൗകര്യങ്ങളൊന്നുമില്ല. സാധാ ഒരു ലോഡ്ജിൽ കിട്ടാവുന്ന റൂമിന് വലിപ്പം നല്ലപോലെ ഉണ്ടെങ്കിലും മറ്റ് ഫെസിലിറ്റീസൊക്കെ ഒരു സാധാരണ ലോഡ്ജിൽ കിട്ടാവുന്നത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ നിന്നും നമ്മൾ ബോട്ടിങ്ങിന് പോയിരിക്കുക. വൈകിട്ട് നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. 2 മണിക്കൂർ നേരത്തെ ബോട്ടിങ്ങിന് 1200 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. ഈ മൺട്രോത്തുരുത്തിൽ കണ്ട ഒരു പ്രത്യേകത, ഇവിടെ മോട്ടോർ ബോട്ടുകളും മറ്റു കാര്യങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ കൂടുതലും ഇത്തരം ഊന്നുവള്ളങ്ങളും പിന്നെ കയാക്കിങ്ങിന് ഉപയോഗിക്കും. 2 പേർക്ക് ഇരുന്ന് തുഴഞ്ഞു പോകാവുന്ന വള്ളവും പിന്നെ പെഡൽ ബോട്ടുകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ശബ്ദമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ ഓളപ്പരപ്പിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ വളരെ ശാന്തമായി യാതൊരു ശബ്ദവും കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് കണ്ടൽക്കാടുകൾക്കുള്ളിൽ കൂടെ വളരെ സുന്ദരമായ ഒരു യാത്ര തന്നെയായിരുന്നു അത്. ഞങ്ങൾ മുമ്പ് പൂവാറൊക്കെ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും അവിടെ മോട്ടോർ ബോട്ടുകളാകുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദവും അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. വളരെ ശാന്തമായ വളരെ വിശാലമായ കായലും നമുക്ക് ഇവിടെ കാണാം. ചില ഏരിയയിൽ കണ്ടൽക്കാടുകൾക്കുള്ളിലൂടെ പോകുന്നു. ചില സ്ഥലങ്ങളിൽ വിശാലമായ കായലിൽ കൂടെ പോകുന്നു. ഞങ്ങൾ ഈവനിംഗ് ആണ് ബോട്ടിങ്ങിന് പോയത്. ഏകദേശം 4:30 കൂടിയാണ് ബോട്ടിങ്ങിന് പോയത്. മൺട്രോത്തുരുത്തിലെ ഒരു പ്രത്യേകത, നമ്മൾ ഹോട്ടലുകൾ ഡയറക്റ്റായിട്ട് നമ്മൾ അവിടെ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ അവിടെ റെന്റ് കുറവാണ്. കാരണം ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിന് 3650 രൂപയായിരുന്നു നെറ്റിൽ ഓൺലൈൻ സൈറ്റുകളിൽ കാണിച്ചിരുന്നത്. പക്ഷെ നമ്മളവിടെ വിളിച്ചപ്പോൾ അവർ 2000 രൂപ മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ താമസിച്ച റൂമിന് 2000 രൂപ മാത്രമേ ആയുള്ളൂ. ഇത് കായലിൻ്റെ അഷ്ടമുടി കായലിൻ്റെ വളരെ മനോഹരമായ ചില വ്യൂകളാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ഇടവഴികളിലൂടെ, ഇടത്തോടുകളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ 2 മണിക്കൂർ നമുക്ക് ഏറ്റവും ആസ്വാദ്യകരമായ ഒരു വള്ളത്തിലുള്ള ഒരു യാത്ര നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്.
മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത് കൊല്ലത്ത് നിന്നും കരുനാഗപ്പള്ളിയിൽ ശാസ്താംകോട്ടയിലേക്ക് നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ അവിടെ ഒരു സ്റ്റേഷനും ഉണ്ട് മൺട്രോ തുരുത്ത്. നിങ്ങൾ ട്രെയിനിൽ വരുന്നവർക്ക് അവിടെ ഇറങ്ങി അവിടെ നിന്നും എത്താവുന്നതാണ്. ഇങ്ങനെ നമ്മൾ മൺട്രോ തുരുത്തിൽ നമ്മൾ ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഈ നമ്മൾ നേരത്തെ അഡ്വഞ്ചറസ് ആയി വന്ന റോഡ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത് കാണുന്നത്. കാരണം ഹൈ ടൈഡ് വന്നു കഴിഞ്ഞാൽ, അതായത് വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് വെള്ളത്തിനടിയിൽ പോകും. ആ സമയത്ത് ഈ റിസോർട്ടിലേക്ക് എത്തണമെങ്കിൽ റിസോർട്ടുകാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് പോയാൽ നമ്മൾ കായലിനുള്ളിൽ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൈവരികളൊന്നുമില്ല, പോരെങ്കിൽ റോഡ് നല്ലപോലെ ഇടിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് അത് കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കുക. ഇപ്പോൾ രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് ഈ റിസോർട്ടിൻ്റെ. റിസോർട്ട് വളരെ കേമമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ലോഡ്ജിങ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ റിസോർട്ടിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ ഉള്ള ചുറ്റുപാടുകളും മാത്രമാണ് നമ്മളെ ആകർഷിച്ചത്. അടുത്ത ദിവസം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു റിസോർട്ട് നമ്മൾ കണ്ടു, ലേക്ക് ഇൻ റിവർ എന്നൊരു റിസോർട്ട്. ഇത് കുറച്ചുകൂടെ പോഷായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അതിൻ്റെ ഒരു സൈഡ് അഷ്ടമുടിക്കായലും മറ്റേ സൈഡിൽ കല്ലടയാറുമാണ്. ആ ഒരു മുനമ്പിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഇത് കുറച്ച് കോസ്റ്റ്ലി റിസോർട്ടാണ്. ഇവിടെ നമ്മൾ പോയി ചോദിച്ചപ്പോൾ 4500 രൂപയാണ് റൂമിന് അവർ പറഞ്ഞത്. ലേക്ക് ഫേസിംഗ് ആയിട്ടുള്ള റൂമുകൾക്ക് 4500 രൂപ. പക്ഷേ ഇതൊരു പ്രോപ്പർ റിസോർട്ടാണ്. ഇവിടെ ഫുഡും മറ്റു കാര്യങ്ങളും എല്ലാം അതനുസരിച്ച് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇനി ഒരു തവണ പോകുന്നവർക്ക് അവിടെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു റിസോർട്ട് സ്റ്റേ കൂടിയാണ് നിങ്ങൾ ഈ ട്രിപ്പിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതുപോലെയുള്ള റിസോർട്ടുകൾ വേണം തിരഞ്ഞെടുക്കാൻ. ഇവിടെ നിന്നും ഫുൾ കായൽ വ്യൂ ഉണ്ട്. നല്ലൊരു റിസോർട്ട് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ മൺട്രോ തുരുത്തിലെ നമ്മുടെ ഒരു ദിവസം അവസാനിച്ച് നമ്മൾ ഇവിടെ നിന്നും സാമ്പ്രാണിക്കൊടിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഇവിടെ നിന്ന് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ 27 കിലോമീറ്റർ ഉണ്ട്. ശരിക്കും ഇത് അടുത്താണ് ഈ സ്ഥലങ്ങൾ. ഒരേ കായലിൻ്റെ 2 സൈഡാണെങ്കിൽ കൂടി നമ്മൾ റോഡ് മാർഗം പോകുന്നതുകൊണ്ട് അത്രയും ചുറ്റി വേണം വരാൻ. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് പ്രൈവറ്റ് ബോട്ടുകളില്ല. കൊല്ലം DTPCയുടെ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ 150 രൂപയാണ് സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള ടിക്കറ്റ്. നമ്മൾ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബോട്ടുകൾ റെഡിയായി കിടപ്പുണ്ടാവും. നമ്മളെ ആദ്യം പോകുന്ന ബോട്ടിൽ നമ്മളെ കയറ്റി അവർ കൊണ്ടുപോകും. ഇവിടെ കൂടി വന്നാൽ ഒരു ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള ദൂരം. അത്രയും മാത്രം ബോട്ടിംഗ്, ഒരു 10 മിനിറ്റിൽ കുറഞ്ഞ ബോട്ടിംഗ് മാത്രമേ ഉള്ളൂ സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ബോട്ട് യാത്ര അത്ര ആസ്വാദ്യകരമായി തോന്നുകയില്ല. നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിന് അടുത്തെത്തിയിരിക്കുന്നു. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ എവിടെ ഇറങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് വരാം. കാരണം നമ്മൾ കയറുന്നിടത്ത് പ്രോപ്പറായ ബോട്ട് ജെട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇറങ്ങുന്നിടത്ത് അങ്ങനെയുള്ള ഒരു എങ്ങനെ ഇറങ്ങും എന്നൊരു സംശയം നമുക്ക് വരാം. എന്നാൽ പേടിക്കേണ്ട, അവിടെ നമ്മൾക്ക് ഇറങ്ങുവാൻ വേണ്ടി ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതേപോലത്തെ 1-2 ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുണ്ട്. അങ്ങനെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത് സാമ്പ്രാണിക്കൊടിയിൽ ധാരാളം ആൾക്കാർ ഇന്നുണ്ട്. ഇന്ന് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ അധികം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഇതിലിറങ്ങി ഇതിലേക്കാണ് ബോട്ട് കൊണ്ട് നിർത്തുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ആൾ ഇറങ്ങുന്നത് പോലെ നമ്മൾ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങിപ്പോകാം. വെള്ളം കാണുമ്പോൾ ഫുള്ളായിട്ട് തോന്നുമെങ്കിലും കൂടി ഞങ്ങൾ പോയ ദിവസം ഏകദേശം 1 അടി വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നമുക്ക് നടന്ന് ഈ ചുറ്റുമുള്ള കണ്ടൽക്കാടുകളുടെ അടുത്തേക്ക് പോകാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, സാമ്പ്രാണിക്കൊടിയിൽ നമുക്ക് ഇരിക്കുവാനോ അല്ലെങ്കിൽ വിശ്രമിക്കുവാനോ ഉള്ള സൗകര്യങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അവിടെ ചെലവഴിക്കാൻ പറ്റുന്ന സമയം അരമണിക്കൂറിൽ മാത്രമാണ്. കാരണം അരമണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മൾ ബോറടിക്കും. ഈ കാണുന്ന പോലെ ചില ചില്ലറ വിൽപ്പന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചെറിയ വിശപ്പടക്കാനുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ, നാടൻ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ബോട്ടിൽ കൊണ്ടുവന്ന് കക്ക വിൽക്കുന്ന ഒരു അമ്മച്ചിയെ കണ്ടു. ഈ ബോട്ടിൽ അവർ കൊണ്ടുവന്ന് നമുക്കിത് വാങ്ങാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ സമയം ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കുവാനോ അങ്ങനെ ആസ്വദിച്ചിരിക്കുവാനോ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ മൊത്തത്തിൽ, അല്ലെങ്കിൽ ഈ ബോട്ട് യാത്രയെല്ലാം ചേർത്ത് 1 മണിക്കൂർ നേരത്തെ പ്ലാനിങ് മാത്രമേ നമുക്ക് സാമ്പ്രാണിക്കൊടിയിലേക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൽ കൂടുതൽ നമുക്കവിടെ സമയം ചെലവഴിക്കാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ നമ്മുടെ ഇതിന് ഈ 150 രൂപയുടെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ബോട്ട് തന്നെ ഇതല്ല, ഇതുപോലെ ആൾക്കാരെ കൊണ്ടുവരുന്ന ബോട്ടുകൾ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു ബോട്ടിൽ അവിടെ പോയി ഇറങ്ങുന്നു. അവിടെ നമ്മളൊരു 15 അല്ലെങ്കിൽ അരമണിക്കൂറോ സ്പെൻഡ് ചെയ്ത ശേഷം വീണ്ടും വരുന്ന ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറി നമ്മൾ തിരിച്ച് കരയിലേക്ക് തന്നെ പോകുന്നു.
നമ്മളിവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ചെരുപ്പ് അതായത് വെള്ളത്തിലിടാവുന്ന റബ്ബർ ചെരുപ്പുകളുണ്ടെങ്കിൽ അത് കാലിൽ ഇടുന്നതാണ് നല്ലത്. കാരണം ഈ വെള്ളത്തിനുള്ളിലൊക്കെ പലയിടത്തും ചെറിയ ചെറിയ കുറ്റികളും മറ്റും കാണും. ചിലപ്പോൾ കാലിൽ കൊണ്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ഏകദേശം ഈ ഐലൻഡിൻ്റെ ഒരു ഒരു 200 മീറ്ററിന് ചുറ്റളവിൽ നമുക്കിങ്ങനെ നടന്ന് വെറുതെ നടക്കുക, വെള്ളത്തിൽ കൂടെ നടക്കുക. അതുകൊണ്ട് ഒരു ചെരുപ്പ് കരുതുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ തിരിച്ചു വന്ന ഒരു ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഈ ബോട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് കരയിലേക്ക് തന്നെ പോവുകയാണ്. വീണ്ടും ഒരു 10 മിനിറ്റ് നേരത്തെ യാത്രയേ ഉള്ളൂ. തിരിച്ച് നമ്മളിപ്പോൾ സാമ്പ്രാണിക്കൊടിയുടെ ആ ഒരു ബോട്ട് ജെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.